ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദാവീദിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, ദൈവം ബോധിച്ച വ്യക്തി, ദൈവഹിതപ്രകാരമുള്ള ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി. ഇങ്ങനെയുള്ള ഈ വ്യക്തിയെക്കുറിച്ചുള്ള 14 ഗുണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചു. ഇങ്ങനെ ഒന്നാമതായിട്ട് നാം കണ്ടു, വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കുന്ന ദാവീദ്. രണ്ടാമതായിട്ട് ദൈവത്തെ ഭയപ്പെടുന്ന ദാവീദ്. മൂന്നാമതായിട്ട് മാനുഷ്യ ഭയമില്ലാത്ത ദാവീദ്. നാലാമതായിട്ട് അധ്വാനശീലമുള്ള ദാവീദ്. അഞ്ചാമതായിട്ട് കൽപ്പനകളെ പ്രമാണിക്കുന്ന അല്ലെങ്കിൽ കൽപ്പനകളെ അനുസരിക്കുന്ന ദാവീദ്. ആറാമതായിട്ട് നീതിമാനായ ഒരു രാജാവ്. ഏഴാമതായിട്ട് ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന ദാവീദ്, താഴ്മയുള്ള ദാവീദ്. ഒമ്പതാമതായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദ്. പത്താമതായിട്ട് മഹത്വം കംപ്ലീറ്റ്ലി ദൈവത്തിന് കൊടുക്കുന്ന ദാവീദ്. 11ാമതായിട്ട് നാം കണ്ടു, ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ദാവീദ്. 12ാമതായിട്ട് ജീവിതത്തിൽ പാപമുണ്ടായപ്പോൾ പശ്ചാത്താപിക്കുന്ന ദാവീദ്. 13ാമതായിട്ട് നാം കണ്ടു, ദൈവത്തിനായിട്ട് കൊടുക്കുന്ന ദാവീദ്. 14ാമതായിട്ട് നാം കണ്ടു, ദൈവത്തോടു കൂടെ നടക്കുന്ന ദൈവം ദാവീദിനോട് കൂടെ നടന്നു, ദാവീദും ദൈവത്തോടു കൂടെ നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള വിശേഷണങ്ങളുള്ള ദാവീദിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ദൈവത്തോടു കൂടെ ദൈവം കൂടെ നടന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമുക്ക് ദൈവം നമുക്ക് ചിന്തിക്കുമ്പോൾ ദൈവം ദാവീദിന് വാഗ്ദത്തം നൽകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേകരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴൊന്നും ചിലർക്കൊക്കെ ദൈവം വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. അബ്രഹാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ചുരുക്കം ചിലരെ പഠിക്കുമ്പോൾ മാത്രമേ വാഗ്ദത്തം ദൈവം അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ദാവീദിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ വലിയവനായ ദാവീദിന് ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും താഴ്ന്ന ദാവീദിനെ ദൈവം മാനിക്കുകയും വാഗ്ദത്തം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 2 ശമൂവേൽ 7:9 മുതലുള്ള കുറച്ച് വാക്യങ്ങൾ വായിക്കാം. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടി ഇരുന്നു. നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിൻ്റെ പേർ വലുതാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കുകയും അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെ എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെപ്പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിൻ്റെ സകല ശത്രുക്കളെ അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതി നിൻ്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിൻ്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അവൻ്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിനൊരാലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവിടെ നമുക്ക് കാണാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് അനേക കാര്യങ്ങൾ വൺ ബൈ വൺ നമുക്ക് എടുക്കുവാണെങ്കിൽ അനേക വാഗ്ദത്തങ്ങൾ ദാവീദിന് കൊടുക്കുന്നതായിട്ട് കാണാനുണ്ടായിരിക്കും. ഒന്നാമതായിട്ടുള്ള വാഗ്ദത്തം, ഞാൻ നിന്നോട് കൂടിയിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ, മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിൻ്റെ പേർ വലുതാക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണുന്നത് പോലെ, ഇനി ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. നാലാമതായിട്ട് നമുക്ക് കാണാം, ഇനി ഇസ്രായേലിനെ പണ്ടുള്ളതുപോലെ മറ്റുള്ള രാഷ്ട്രങ്ങൾ പീഡിപ്പിക്കുകയില്ല. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, യഹോവ നിനക്കൊരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് മകനെ അനുഗ്രഹിക്കുന്ന ദാവീദിനെ മാത്രമല്ല, ദാവീദിൻ്റെ മകനെയും അനുഗ്രഹിക്കുന്ന ആ വാഗ്ദത്തം അവന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ പറയുകയാണ്, നിൻ്റെ പിതാക്കന്മാർ നീ ഉത്തരകൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്തെ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്,
അവൻ എനിക്ക് വേണ്ടി ഒരാലയം പണിയുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് പറയും, നിൻ്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കുന്ന സിംഹാസനമാണ് എന്ന് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അനേക വാഗ്ദത്തങ്ങൾ ദാവീദിന് കൊടുക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ദാവീദിന് ഈ വാഗ്ദത്തങ്ങളെല്ലാം കൊടുത്തത് എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവഹിതപ്രകാരം ദൈവത്തിന് ബോധിച്ച രീതിയിൽ അവൻ ജീവിച്ചു. അവൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അത് കഴിഞ്ഞ് ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അവൻ നന്ന വയസ്സ് എന്നവനും, അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ 27-ാം മുതലുള്ള വാക്യത്തിൽ 29-ൻ്റെ 27-ാം മുതലുള്ള അവൻ ഇസ്രായേലിൻ്റെ വാണകാലം 40 സംവത്സരമായിരുന്നു. അവൻ 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരുശലേമിലും വാണു. അവൻ നന്ന വയസ്സ് എന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി മരിച്ചു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് ദാവീദിനുണ്ടായിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 40 വർഷക്കാലം അവൻ രാജാവായിട്ട് വാണു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വാണ ആ ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ നന്ന വയസ്സ് എന്നവനായിട്ട് മരിച്ചു. മാത്രമല്ല അവന് ധനവും മാനവും തികഞ്ഞവനായി മരിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട എൻഡും ദാവീദിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അനേക രാജാക്കന്മാരെക്കുറിച്ച് വായിക്കുമ്പോൾ അവരെൻ്റെ ദാസനായ ദാവീദിൻ്റെ വഴിയിൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ മറ്റനേകരെക്കുറിച്ച് പറയുമ്പോൾ അവർ എൻ്റെ ദാസനായ അതിനൊരു മോഡലായിട്ട് പറയുന്നത് ദാവീദിനെ പോലെ നടന്നു എന്നുള്ളതാണ്. നമുക്ക് 2 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 22-ൻ്റെ 1-2 വാക്യം വായിക്കാം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് എദീത എന്ന പേർ. അവൾ ബേത്ശേദക്കാരനായ അദയാവിൻ്റെ മകളായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. ദാവീദ് കഴിഞ്ഞ് അനേക രാജാക്കന്മാർ വാണതിന് ശേഷമാണ് യോശിയാവ് വാഴുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ അതാണ്, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടന്നു. അങ്ങനെ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ദാവീദിനെ ദൈവഹിതപ്രകാരം ജീവിച്ച, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെയും പറയുന്നുണ്ട്, തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിൽ അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദാവീദിന് കിട്ടി. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹവും വാഗ്ദത്തങ്ങളും ലഭിക്കുവാനായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ഇടയായിട്ട് തീർന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നാം ദാവീദിനെക്കുറിച്ച് പഠിക്കുമ്പോഴുള്ളതുപോലെ ദാവീദിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർക്കുവാനും ദാവീദ് താഴുന്നതുപോലെ താഴുവാനും, അങ്ങനെ ദൈവത്തിൽ നിന്ന് അനേക അനുഗ്രഹങ്ങൾ വാഗ്ദത്തങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമ്മളെക്കുറിച്ച് പറയുമ്പോഴും എനിക്ക് ബോധിച്ച വ്യക്തി, എൻ്റെ ഹിതമൊക്കെ ചെയ്യുന്ന വ്യക്തി, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്ന് നമ്മളെക്കുറിച്ചും പറയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതനുസരിച്ച് ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.